3 ബിഗ് ഇമോഷൻസിനകത്ത് ഒന്നാമത് പറയുന്നത് ആങ്കറാണ്. ഈ 2 ഇമോഷൻസ് കൂടി അതിനകത്തുണ്ട്. അത് ഒന്ന് ആങ്ഷൈറ്റി, മൂന്നാമത് ഡിപ്രഷൻ എന്ന് പറയുന്നത്. ഇതിനകത്ത് സയൻസ് ഇറസ്പെക്റ്റീവ് ഓഫ് സ്റ്റഡീസ് പ്രൂവ് ചെയ്തേക്കുന്ന കാര്യമാണ് ആങ്ഷൈറ്റിയും സ്ട്രെസ്സും കടുത്ത ശാരീരിക പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു എന്നുള്ളത്. ഇപ്പോൾ ആങ്കറിൻ്റെ കാര്യത്തിലാണെങ്കിലും ഡിപ്രഷൻ്റെ കാര്യത്തിലാണെങ്കിൽ ചില ഡിസൊപ്പീനിയൻസ് ഉണ്ടെങ്കിലും ഡിസഗ്രിമെൻറ്റ്സ് ഉണ്ടെങ്കിലും സ്ട്രെസ് ആൻഡ് ആങ്ഷൈറ്റി ഇതിൻ്റെ ശാരീരിക പ്രത്യാഘാതത്തിൽ യാതൊരു വിധത്തിലുള്ള ഡിബേറ്റിങ്ങും ഇല്ലാത്ത സ്റ്റഡീസ് നമുക്ക് കാണാൻ സാധിക്കും. സ്ട്രെസ്സും ആങ്ഷൈറ്റിയുമുള്ള ആളുകളിൽ ശാരീരിക പ്രശ്നം ഉണ്ടാകാനുള്ള സാധ്യത വളരെ ഡയറക്റ്റ് ആണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതിനകത്ത് പുരുഷന്മാരിൽ ആങ്ഷൈറ്റിയും ഹോസ്റ്റിലിറ്റിയും, അപ്പോൾ ആങ്ഷൈറ്റി എന്ന ഉത്കണ്ഠയും ഹോസ്റ്റിലിറ്റി എന്ന് പറഞ്ഞാൽ വൈരാഗ്യം, സ്ത്രീകളിൽ ഫിയറും ആങ്ഷൈറ്റിയും, ഇത് രണ്ടുമാണ് ഈ കോമ്പിനേഷനാണ് ഏറ്റവും അധികം ദുർവ്യാപകമായിട്ടുള്ള ഫലങ്ങൾ ഉണ്ടാക്കുന്നത്. ഇപ്പോൾ ഹോസ്റ്റിലിറ്റി, മറ്റുള്ളവരോട് വൈരാഗ്യം അല്ലെങ്കിൽ വൈരം ഉണ്ടാകുക എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കും കുഴപ്പമൊന്നുമില്ലാന്ന്, പക്ഷെ അതുണ്ടാക്കുന്ന ഈ അല്ലോസ്റ്റാറ്റിക് ലോഡ് അല്ലെങ്കിൽ ശരീരത്തിൻ്റെ ഓരോ ഇമ്മ്യൂൺ സിസ്റ്റത്തിൻ്റെയും തീരാൻ വീരുണ്ടാക്കുന്നത് വളരെയധികം കൂടുതലാണ്. ഒരാളോട് വൈരാഗ്യം വെച്ച് പുലർത്തുക എന്ന് പറയുന്നത് അത് നാം വിചാരിക്കുന്നതിനൊക്കപ്പുറമായിട്ടുള്ള ഒരു ശാരീരിക പ്രത്യാഘാതം ഉണ്ടാക്കുന്ന ഒന്ന് തന്നെയാണ്. അതുപോലെ തന്നെ സ്ട്രെസ്സും ആങ്ഷൈറ്റിയും ഉണ്ട്. ഇപ്പോൾ സ്ട്രെസ് എന്ന് പറയുന്നത് പൊതുവെ പഴയ കാര്യങ്ങളെക്കുറിച്ച് ഓർത്തുള്ള വിഷമവും ബുദ്ധിമുട്ടൊക്കെ സ്ട്രെസ് ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അതല്ലെങ്കിൽ ഫ്യൂച്ചറിനെ കുറിച്ചുള്ള കാര്യങ്ങൾ നമുക്ക് സ്ട്രെസ്സും ആങ്ഷൈറ്റിയും ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. ഈ രണ്ടും വളരെയധികം ദോഷമാണ് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ സ്റ്റഡീസിലൊക്കെ കാണാൻ സാധിക്കും, ഫൈനൽ ഇയർ എക്സാംസ് എഴുതുന്ന മെഡിക്കൽ സ്റ്റുഡൻസിനെ നടത്തിയ പഠനങ്ങളിൽ പരീക്ഷയെക്കുറിച്ചുള്ള സ്ട്രെസ് അവരുടെ പെർഫോമൻസ് കുറച്ചുവെന്നും അവർ ശാരീരിക പ്രശ്നങ്ങൾ ഉണ്ടാക്കിയെന്നും നമുക്ക് പറയാൻ സാധിക്കും. ചില സമയങ്ങളിലൊക്കെ ആൾക്കാർ വന്ന് പറയാറുണ്ട്, പരീക്ഷയാകുമ്പോൾ ഹെഡ് ഏക്ക് ഉണ്ടാക്കുക, അല്ലെങ്കിൽ കോൾഡ് ഉണ്ടാക്കുക, ഫ്ലൂ ഉണ്ടാക്കുക, മൈഗ്രെയിൻ ഉണ്ടാക്കുക, സൈനിസം ഉണ്ടാക്കുക. അപ്പോൾ നമ്മൾ സൈനിസത്തിന് മരുന്ന് അല്ലെങ്കിൽ ഹെഡ് ഏക്കിന് മരുന്ന് കൊടുക്കും, പക്ഷേ അതല്ല യഥാർത്ഥത്തിൽ പരീക്ഷയെക്കുറിച്ചുള്ള പേടിയാണ്. അപ്പോൾ ഇതാണ് ആദ്യം പറഞ്ഞത് മെഡിക്കൽ സയൻസ് വിത്തൗട്ട് ഇമോഷൻ ഇൻ്റലിജൻസ്, അല്ലെങ്കിൽ എംപതി എന്ന് പറയും. ഈ എംപതി എന്ന് പറയുന്ന ഈ ആൾ എന്താണ് അണ്ടർഗോ ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്ന അവസ്ഥയാണ്. അപ്പോൾ ഇയാൾ യഥാർത്ഥത്തിൽ ഈ അസുഖം വരാൻ അല്ലെങ്കിൽ സിംറ്റം ഉണ്ടാകാൻ കാരണം എന്ന് പറയുന്നത് ഈ പറയുന്ന മാനസിക അവസ്ഥയാണ്. ആങ്ഷൈറ്റി, സ്ട്രെസ്, ഹോസ്റ്റിലിറ്റി, ഫിയർ. ഇപ്പോൾ നമുക്കറിയാം, ഈ കുറേ സ്റ്റഡീസ് കാണുന്നുണ്ട്, റീസെൻ്റ്ലി ഡിവോഴ്സ് ആയിട്ടുള്ള സ്ത്രീകൾക്ക് ഇടയിൽ ആങ്ഷൈറ്റി വളരെ കൂടുതലാണ്. അത് ഇവർക്ക് ധാരാളം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. മാത്രമല്ല സിംഗിൾ മദേഴ്സ്, അവർക്ക് വളരെയധികം കടുത്ത ഉത്കണ്ഠയും സ്ട്രെസ്സും ഉണ്ടാകുന്നതുകൊണ്ട് അവരിലും ധാരാളം അസുഖങ്ങൾ ഉണ്ടാകുന്നതായിട്ടുള്ള പഠനങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. മാത്രമല്ല പല കപ്പിൾസിലും അവർക്ക് ഒരേ സമയത്ത് കോൾഡ് വരുന്നു, ഫ്രീക്വൻ്റ് ആയിട്ട് കോൾഡ് വരുന്നു. അപ്പോൾ ഇതിൻ്റെ എല്ലാം ഒരു ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള സ്റ്റഡീസ് പറയുന്നത് ഈ ഫ്രീക്വൻ്റ് ആയിട്ട് ഒരേപോലെ വരുന്നതിൻ്റെ കാരണം അവരുടെ ദാമ്പത്യ ജീവിതത്തിൽ കടുത്തതായിട്ടുള്ള ഉത്കണ്ഠയോ ആശങ്കകളോ ഉണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ ഈ സ്ട്രെസ്സും ആങ്ഷൈറ്റിയും കണക്ട് ചെയ്യുന്ന ധാരാളം അസുഖങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ അൾസേഴ്സ്, ആസ്മ, കാർഡിയോ വാസ്കുലർ ഡിസീസ്, ആർത്രൈറ്റിസ്, ബ്ലഡുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, അതുപോലെ ശ്വാസവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ലങ്സുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, ഇൻഫ്ലമേറ്ററി പ്രശ്നങ്ങൾ, ത്വക്കുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, ഇങ്ങനെ ധാരാളം. അത് പലപ്പോഴും നമുക്ക് എന്താണെന്ന് കണ്ടുപിടിക്കാൻ സാധിക്കില്ല, പക്ഷേ ഇത് ചികിത്സയും ആവശ്യമാണ്. റൂട്ട് കോസ് ഇതാണെങ്കിൽ തന്നെയും ഇതിന് ചികിത്സയും വേണം. ഒപ്പം തന്നെ മെഡിസിൻ വിത്ത് അല്ലെങ്കിൽ മെഡിക്കൽ സയൻസ് വിത്ത് ഇമോഷൻ ഇൻ്റലിജൻസ് വളരെ ആവശ്യമാണ്. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞത് ഈ 3 ഇമോഷൻസിലും ഏറ്റവും അധികം ദുർവ്യാപകമായി ഫലമുണ്ടാക്കുന്ന ഒരു കാര്യമാണ് സ്ട്രെസ്, ആങ്ഷൈറ്റി, ഹോസ്റ്റിലിറ്റി, ഫിയർ. വെറുതെ ഭയക്കുക, എൻ്റെ ജോലി പോകുമോ എന്ന് ഭയക്കുക, അല്ലെങ്കിൽ സംശയിക്കുക, അല്ലെങ്കിൽ എന്നെ ആരെങ്കിലും ആക്രമിക്കുമോ എന്ന് ഭയക്കുക, അല്ലെങ്കിൽ എനിക്കധികം രോഗം വരുമോ എന്ന് ഭയക്കുക. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ധാരാളം പുസ്തകങ്ങളൊക്കെ കാണുവാൻ സാധിക്കും. ഇപ്പോൾ മനുഷ്യൻ്റെ മനഃശാസ്ത്രത്തെക്കുറിച്ച് ധാരാളം പുസ്തകം, പവർ ഓഫ് പോസിറ്റീവ് മൈൻഡ് അല്ലെങ്കിൽ ദ മൈൻഡ് സെറ്റ്, ധാരാളം പുസ്തകങ്ങളെല്ലാം പറയുന്നത് ദ മാൻ ഹു തിങ്കത്ത്, ഇതെല്ലാം പറയുന്നത് മനസ്സുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് നമ്മുടെ ഫ്യൂച്ചറും നമ്മുടെ ആരോഗ്യ വ്യവസ്ഥയും നമ്മുടെ ശരീരവും എന്ന് പറയുന്നത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക, ആങ്ഷൈറ്റി ഉള്ള ആളാണ് നിങ്ങൾ, എന്തിനെക്കുറിച്ചും വളരെ ഉത്കണ്ഠാകുലരായിരിക്കുക. അല്ലെങ്കിൽ സ്ട്രെസ് എന്ന് 2 സ്ട്രെസ് ഉണ്ട്, യു സ്ട്രെസ് ആൻഡ് ഡിസ്ട്രെസ് ഉണ്ട്. ഇപ്പോൾ പരീക്ഷ ആയതുകൊണ്ട് പഠിക്കാൻ തോന്നുക എന്ന് പറഞ്ഞ സ്ട്രെസ് നല്ല സ്ട്രെസ് തന്നെ, പക്ഷേ അതേക്കുറിച്ച് ഓർത്ത് വിഷമിച്ച് സ്ട്രെസ് വെച്ച് തലവേദനയും ഒപ്പം തന്നെ പേടിയും പരീക്ഷ എഴുതാൻ കഴിയാതെയും വരുന്ന ഡിസ്ട്രെസ് ആയിട്ടുള്ള അവസ്ഥയാണ്. അതുപോലെ തന്നെ ഹോസ്റ്റിലിറ്റി ഇല്ലേ, വൈരാഗ്യം മനസ്സിൽ വെച്ചുകൊണ്ട് മനുഷ്യർ എത്രയോ വർഷങ്ങൾ ജീവിക്കുന്ന ആളുകളുണ്ട്. വർഷങ്ങൾ കഴിഞ്ഞിട്ട് ആൾ മരിച്ച ശേഷവും ഇപ്പോഴും വൈരാഗ്യം വെച്ച് പുലർത്തുന്ന ആളുകളുണ്ട്. ഇത് പുരുഷന്മാരധികം ഈ ഹോസ്റ്റിലിറ്റി സ്റ്റഡീസിൽ കാണുന്നത് വൈരാഗ്യം, വൈരം മനസ്സിൽ വയ്ക്കുക. എവല്യൂഷണറി വന്നിരിക്കുന്ന ഒരു
സ്വഭാവമായിരിക്കും. അതാണ് ഈ അഗ്രസീവ്നെസ് എന്ന് പറയും. അഗ്രസീവ് ആകുക, ചില ഫിസിക്കലി അഗ്രസീവ് അല്ലെങ്കിൽ വാക്കുകൊണ്ട് അഗ്രസീവ് ആകുക. ഈ അഗ്രസീവ്നെസ്സും ഒപ്പം തന്നെ ഹോസ്റ്റിലിറ്റിയുമാണ് ആണിനെ സംബന്ധിച്ച് വളരെയധികം മെൻ്റലി സ്ട്രഗിൾ ചെയ്യിപ്പിക്കുകയും അത് രോഗമായി മാറുകയും ചെയ്യും. പെണ്ണിനെ സംബന്ധിച്ച് ആങ്ഷൈറ്റിയും സ്ട്രെസ്സും ഫിയറും, ഭയം, ഇപ്പോൾ തന്നെ ഇരിക്കാൻ ഭയം, അല്ലെങ്കിൽ രാത്രിയാകുമ്പോൾ ഭയം, തനിയെ നടക്കാനുള്ള ഭയം, അല്ലെങ്കിൽ അത് സംഭവിക്കുമോ എന്നുള്ള ഭയം, അല്ലെങ്കിൽ ആങ്ഷൈറ്റിയും സ്ട്രെസ്സും, ഇതെല്ലാം നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ അധികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ട്. ഇപ്പോൾ ആർത്രൈറ്റിസ് സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ വന്ന ചില ആളുകൾ നമ്മൾ സംസാരിക്കാറുണ്ട്, അല്ലെങ്കിൽ ബ്ലഡ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ വന്ന ആളുകൾ സംസാരിക്കാറുണ്ട്. ഈവൻ ഡയബറ്റിക്സ്, ഹാർട്ട് അറ്റാക്ക്, ഇവരൊക്കെ എല്ലാവരും വന്നില്ലെങ്കിലും ഒട്ടുമിക്ക ആളുകളും പറയാറുണ്ട്, എനിക്ക് സാറ് പറയുന്നത് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്, എനിക്ക് റിലേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്, കാരണം എനിക്ക് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായിരുന്നു. ഞാൻ കടുത്ത മാനസിക വിഷമം അനുഭവിച്ചയാളാണ്, ഞാൻ കടുത്ത ഭയം അനുഭവിച്ചയാളാണ്, ഞാൻ കടുത്ത ഉത്കണ്ഠ അനുഭവിച്ചയാളാണ്, ഞാൻ ഒരാൾ വ്യക്തിവൈരാഗ്യം വെച്ച് പുറത്ത് കുറേ നാൾ ജീവിച്ചയാളാണ്. അപ്പോൾ ഈ സാഹചര്യങ്ങളിലൊക്കെയാണ് നാം പല തത്വചിന്തകളെയും അല്ലെങ്കിൽ ചില ആത്മീയ ആചാര്യന്മാരുടെയും അല്ലെങ്കിൽ പള്ളികൾ പോലെയുള്ള ആത്മീയ പ്രസ്ഥാനങ്ങളെയും സ്പിരിച്വാലിറ്റിയും എല്ലാം ഒരുപക്ഷെ കുറേ വൈരത്തെയും വൈരാഗ്യത്തെയും ഒക്കെ ഒക്കെ പിടിച്ചു നിർത്താൻ ഇവരെ കുറേ സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക, എപ്പോഴും നമ്മൾ ആലോചിക്കേണ്ടത് ഇതെല്ലാം വെച്ചുകൊണ്ട് നടന്നതുകൊണ്ട് പ്രത്യേകിച്ച് നമുക്ക് ഒരു നന്മയും ഇല്ല എന്ന് മാത്രമല്ല വലിയ ദോഷമാണ് ഉണ്ടാക്കുന്നത്. ഇതുപോലെ തന്നെ പല പ്രധാനപ്പെട്ട പ്രശ്നമാണ് ഡിപ്രഷൻ. ഞാൻ മൂന്നാമതായി പറയുന്ന ഒരു ബിഗ് ഇമോഷനാണ് ഡിപ്രഷൻ അല്ലെങ്കിൽ സാഡ്നെസ്. കുറേ കാലമായി ഏതോ വിഷയത്തിൽ സങ്കടപ്പെട്ടിരിക്കുക, ഒരു മൂഡില്ല, ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. ചില ആളുകൾ വിളിച്ചിട്ട് പറയും ആഗ്രഹമുണ്ട്, ചെയ്യാൻ കഴിയുന്നില്ല, എന്തോ നിരാശ അല്ലെങ്കിൽ എന്തോ ദുഃഖം എന്നെ ഇങ്ങനെ ഒരു പുകമറ പോലെയോ അല്ലെങ്കിൽ മേഘം പോലെയോ മൂടിക്കൊണ്ടിരിക്കുകയാണ്. കാരണം അറിയാൻ പറ്റില്ല, കാരണം അറിയുന്നത് ചിലപ്പോൾ കാരണം ഉണ്ടാകുമായിരിക്കും, പക്ഷേ ആ ഒരു പെർമനൻ്റ് ആയിട്ട് സാഡ്നെസ് ഇങ്ങനെ നിലനിൽക്കുകയാണ്. അതുകൊണ്ടൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല, അതുകൊണ്ടൊന്നും ഒരു എനർജി കിട്ടുന്നില്ല, സമൂഹത്തിൽ പുറത്തേക്ക് പോകാൻ സാധിക്കുന്നില്ല. പ്രത്യേകിച്ച് ഡിവോഴ്സ് കഴിഞ്ഞ ആളുകൾ പലരും പറയാറുള്ളതാണ്, എനിക്ക് പുറത്ത് ആളുകളോട് സംസാരിക്കാൻ പറ്റുന്നില്ല, എനിക്ക് ബന്ധങ്ങൾ പുലർത്താൻ സാധിക്കുന്നില്ല, എനിക്ക് വിശ്വാസം വെച്ച് പുലർത്താൻ സാധിക്കുന്നില്ല, എനിക്ക് മറ്റുള്ളവരുടെ അടുത്തേക്ക് പോകാൻ സാധിക്കുന്ന സോഷ്യൽ സ്റ്റിഗ്മ എല്ലാം വന്ന് ഡിപ്രഷൻ അനുഭവിക്കുന്ന ധാരാളം ആളുകളുണ്ട്. കുറേ ആളുകൾ പരീക്ഷകളിലൊക്കെ പരാജയപ്പെട്ട് ഡിപ്രഷൻ അനുഭവിക്കുന്ന ആൾക്കാരുണ്ട്, കുറേ ആളുകൾ ബിസിനസ്സിൽ പരാജയപ്പെട്ട് ഡിപ്രഷൻ അനുഭവിക്കുന്ന ആൾക്കാരുണ്ട്. ഇങ്ങനെ പല കോമൺ ആണ് പൊതുവെ ഡിവോഴ്സിന് ശേഷമുള്ള ആങ്സൈറ്റി പ്രോബ്ലം എന്ന് പറയുന്നത്. ഡിവോഴ്സിന് ശേഷം ഡിപ്രഷനിലേക്ക് പോകുക എന്ന് പറയുന്നത്, മനുഷ്യൻ തൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഡിപ്രഷൻ അനുഭവിക്കാത്ത ആളുകൾ വളരെ കുറവായിരിക്കും. പക്ഷേ എസ്പെഷ്യലി ഡിവോഴ്സിന് ശേഷം മനുഷ്യൻ അനുഭവിക്കുന്നത് വളരെ കോമൺ ആയിട്ടുള്ള ഡിപ്രഷനാണ്. ഈവൻ ഡിവോഴ്സ് മാത്രമല്ല, ഡിവോഴ്സ് ചെയ്യണമെന്നില്ല, ഒരു ബന്ധത്തിലിരിക്കുമ്പോൾ ആ ബന്ധം ബ്രേക്കപ്പ് ആകുക അല്ലെങ്കിൽ ബന്ധം ഉദ്ദേശിക്കുന്നതിൽ വർക്ക് ചെയ്യാതെയോ ഇരിക്കുന്ന സാഹചര്യങ്ങളിൽ, ഒരു ഭാര്യയും ഭർത്താവും ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിച്ചു, ജീവിച്ചു കഴിയുമ്പോൾ താൻ ഉദ്ദേശിച്ച ജീവിതമല്ല എന്ന് തോന്നുമ്പോൾ ആ ഒരു ഡിസാറ്റിസ്ഫാക്ഷൻ കുറേ നാൾ ജീവിച്ചു കഴിയുമ്പോൾ എൻ്റെ ജീവിതം ഇങ്ങനെയായല്ലോ, ഞാൻ സ്വപ്നം കണ്ട ജീവിതം ഇങ്ങനെയായല്ലോ, പക്ഷെ എനിക്ക് എൻ്റെ ജീവിതം ഇങ്ങനെയായല്ലോ, ഇനി നന്നാകാനുള്ള സാധ്യത ഇല്ലല്ലോ, ഒരു ഹോപ്പ് നഷ്ടപ്പെടുകയും ഇനി മുന്നോട്ടുള്ള വഴി അടയുകയും ചെയ്യുന്ന സാഹചര്യങ്ങളിൽ എല്ലാം തീർന്ന ചിന്തയോടുകൂടി മനുഷ്യൻ ഒരു പെർമനൻ്റായ സാഡ്നെസ്സിലേക്ക് കടന്നു പോകുകയാണ്. പൊതുവെ സാധാരണയായിട്ട് ഡിവോഴ്സിലേക്ക് കടന്നു കഴിഞ്ഞാൽ, ഡിവോഴ്സ് സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ ഇതിന് ആ ഒരു സാഹചര്യത്തെ കൈകാര്യം ചെയ്യാൻ അല്ലെങ്കിൽ ഒരു ആങ്സൈറ്റിയിലേക്കൊക്കെ കടന്നു പോകുന്ന കൂടുതൽ സ്ത്രീകളായിരിക്കുമോ പുരുഷന്മാരായിരിക്കും? പഠനങ്ങൾ എടുത്തു നോക്കിയാലും എക്സ്പീരിയൻസ് എടുത്തു നോക്കിയാലും അധികം ഡിപ്രഷനിൽ കടന്നു പോകുന്നത് സ്ത്രീകളാണ്. പക്ഷേ അതിൻ്റെ ഒരു വിരോധാഭാസം എന്ന് പറയുന്നത്, സ്ത്രീകൾ ഈ ഡിപ്രഷനെ മറികടക്കാനായി പല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കും, അല്ലെങ്കിൽ എനിക്ക് സങ്കടമില്ല, ഞാനിത് അതിജീവിച്ചു എന്ന് പ്രകടിപ്പിക്കാനായിട്ടുള്ള പല മെത്തേഡുകളും, ഇപ്പോൾ യാത്ര ചെയ്യുന്നതായിട്ടും സോഷ്യൽ മീഡിയ പോസ്റ്റ് ചെയ്യുന്നതായിട്ടും, ഞാൻ ഹാപ്പിയാണ്, ഇപ്പോഴാണ് ജീവിതം യഥാർത്ഥത്തിൽ ഞാൻ അനുഭവിച്ച് തുടങ്ങിയത്, ഇപ്പോൾ എനിക്ക് സമാധാനമുണ്ട് എന്നെല്ലാം എക്സ്പ്രസ് ചെയ്യുന്നത് സ്ത്രീകളാണ്. പക്ഷേ സിംഗിൾ മദേഴ്സ് ആയിട്ടുള്ളവർ അല്ലെങ്കിൽ ഡിവോഴ്സിലായിട്ടുള്ള സ്ത്രീകൾ, അവർ ലോങ് ടേം ആയിട്ടുള്ള ഡിപ്രഷനിലൂടെ കടന്നു പോകുന്നുണ്ടെന്നാണ് പഠനങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ ഓവർ എ പീരീഡ് ഓഫ് ടൈമിൽ എല്ലാവരും ഇതിനെ മറികടക്കും, പക്ഷേ സ്ത്രീകളാണ് കൂടുതൽ ഇൻറ്റൻസായി ഈ ഡിപ്രഷൻ അനുഭവിക്കുകയും, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് പൊതുവേ സമൂഹത്തിൽ സോഷ്യൽ സ്റ്റിഗ്മയിലൂടെ കടന്നു പോകേണ്ടവരായതുകൊണ്ട് തന്നെ അവർക്ക് സ്വാഭാവികമായിട്ടും സമൂഹം തന്നെ സ്ത്രീകളെ അധികം കുറ്റപ്പെടുത്തുന്ന ഒരു മനോഭാവമുണ്ട്. ഡിവോഴ്സ് ചെയ്യുന്ന സ്ത്രീകളെയാണ് അധികം ആളുകൾ കുറ്റപ്പെടുത്തുന്നത്. ശരിയോ തെറ്റോ എന്നുള്ളത് രണ്ടാമത്തെ ചോദ്യമാണെങ്കിൽ അതുകൊണ്ട് തന്നെ അവർക്ക് ധാരാളം ഡിപ്രഷൻസ് ഉണ്ടാകാൻ സാധ്യത. പിന്നെ പൊതുവേ സ്ത്രീകളെന്ന് പറയുന്നത് ഇമോഷണൽ ബീയിങ് ആയിട്ട് കാണപ്പെടുന്നവരും അങ്ങനെയാണ് താനും. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് ഇമോഷൻസിനെ നിയന്ത്രിക്കാൻ കഴിയാതെ പെർമനൻ്റായ സാഡ്നെസ്സിലേക്ക് പോവുകയും, അധികവും നമുക്ക് കാണാൻ വരുന്നതിന് സംസാരിക്കുന്ന ആളുകളിൽ അധികം ഡിപ്രഷനെ ഫേസ് ചെയ്യുന്നവർ സ്ത്രീകൾ തന്നെയാണ്. അതിൽ പ്രധാനപ്പെട്ട കാര്യമാണ് ബ്രേക്കപ്സ്, റിലേഷൻഷിപ്സ് ബ്രേക്കുക എന്നുള്ളത്. അപ്പോൾ ഈ ഡിപ്രഷനും ഒപ്പം തന്നെ ആങ്ഷൈറ്റി, സ്ട്രെസ്സ്, ഹോസ്റ്റിലിറ്റി,
ഈ ആങ്കർ ഈ 3 ഇമോഷൻസും ബിഗ് ഇമോഷൻസ് ആണെന്നും അത് നമുക്ക് ഗുരുതരമായ ശാരീരിക പ്രതിസന്ധി ഉണ്ടാക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ ബാക്ക് പെയിൻ വരിക, നമ്മൾ വിചാരിക്കും ബാക്ക് പെയിൻ എന്ന് പറയുന്നത് എല്ലിനുള്ള അല്ലെങ്കിൽ വേദനയായിരിക്കും, അല്ലെങ്കിൽ ആർത്രൈറ്റിസ് അല്ലെങ്കിൽ ഡയബറ്റിക്സ്. ഇപ്പോൾ നമുക്ക് ചെറിയ ആൾക്കാരൊക്കെ ഡയബറ്റിക്സ് ഉണ്ടാവും, നല്ല എക്സസൈസ് ചെയ്യുന്ന ആളുകൾ, ഫാമിലി ഹിസ്റ്ററിയിൽ ആർക്കും ഡയബറ്റിക്സ് ഇല്ല, ഭക്ഷണം നന്നായി നിയന്ത്രിക്കുന്ന ആളാണ്, മധുരം കഴിക്കുന്നില്ല, നല്ല ആരോഗ്യത്തിൽ ഇരിക്കുന്നത്, പക്ഷെ പെട്ടെന്ന് നോക്കുമ്പോൾ അയാൾക്ക് ഡയബറ്റിക്സ് ആകുകയാണ്. ഇപ്പോൾ കൂടുതൽ അന്വേഷിച്ച് മനസ്സിലാക്കാൻ സാധിക്കും ഓവർ പീരീഡ് ഓഫ് ടൈം അദ്ദേഹം കടുത്ത സ്ട്രെസ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. ഇത് അധികം പുരുഷന്മാരിലാണ് ഈ ഇങ്ങനെ ശാരീരികമായിട്ടുള്ള ഈ ഡയബറ്റിക്സ് പോലുള്ള പ്രശ്നങ്ങളെല്ലാം കടന്നു വരുന്നത്. പക്ഷേ ആർത്രൈറ്റിസ് പോലെ, പെയിൻ പോലെയുള്ള സ്ത്രീകളിലാണ്, മൈഗ്രെയിൻ പോലെയുള്ള, സൈനസ് പോലുള്ള പല പ്രശ്നങ്ങളും അധികവും സ്ത്രീകളിലാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഫൈബ്രോമയാൽജിയ, അങ്ങനത്തെ ഒത്തിരി പ്രശ്നങ്ങൾ, ഇതൊക്കെ ഈ പറയുന്ന ഫൈബ്രോമയാൽജി പോലുള്ള ധാരാളം പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. അപ്പോൾ നാം പറഞ്ഞു വന്നത് മനസ്സ് എന്ന് പറയുന്നത് ശരീരത്തിൻ്റെ ആരോഗ്യത്തെ പ്രധാനപ്പെട്ട കാര്യമാണ്. നാം പറയും 3 കറൻസി എന്ന് പറയാറുണ്ടല്ലോ, ടൈം, ഹെൽത്ത്, വെൽത്ത്. എത്ര പണമുണ്ടായിട്ടും ആരോഗ്യമില്ല എങ്കിൽ കാര്യമില്ല. എത്ര സമയമുണ്ട് പക്ഷേ നമ്മുടെ കയ്യിൽ ആരോഗ്യമില്ലെങ്കിൽ നമുക്ക് സമയത്ത് വിനിയോഗിക്കാൻ സാധിക്കില്ല. അപ്പോൾ എപ്പോഴും ആരോഗ്യം എന്ന് പറയുമ്പോൾ ചിന്തിക്കേണ്ടത് ശാരീരിക ആരോഗ്യം മാത്രമല്ല, മാനസിക ആരോഗ്യം കൂടിയാണ്. മാനസിക ആരോഗ്യമുണ്ടെങ്കിൽ നമുക്ക് ശരീരത്തിൻ്റെ ആരോഗ്യത്തെ നമുക്ക് നന്നായിട്ട് കൊണ്ടുവരുവാൻ സാധിക്കും. അപ്പോൾ അതിന് ഏറ്റവും ആദ്യം ഫണ്ടമെൻ്റൽ ചെയ്യേണ്ടത്, അൺഫോർച്ചുനേറ്റ് നമ്മുടെ സ്കൂളുകളിലോ അതല്ലെങ്കിൽ കലാലയങ്ങളിലോ ഈവൻ പള്ളികളിലോ പോലും എങ്ങനെ ഇമോഷണലി ഒരു വ്യക്തിക്ക് ശക്തിയായി മാറാൻ സാധിക്കും, എങ്ങനെ പ്രശ്നങ്ങൾ മറികടക്കുവാൻ സാധിക്കും, എങ്ങനെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാം അല്ലെങ്കിൽ മൈൻഡിനെ സ്ട്രെങ്ത് ആക്കാമെന്നുള്ള പഠനങ്ങളോ രീതികളോ പ്രാക്ടീസ് ചെയ്യുന്നില്ല. എങ്ങനെ മാർക്ക് വാങ്ങാം, എങ്ങനെ ജോലി വാങ്ങാം, ഇതല്ലാതെ എങ്ങനെ നമ്മുടെ വികാരങ്ങളെ നിയന്ത്രിക്കാൻ സാധിക്കുക. പല ആൾക്കാരും ആത്മഹത്യ ചെയ്യുകയും നിരാശയിലേക്ക് പോവുകയും ഡിപ്രഷൻ ഉണ്ടാകുകയും എല്ലാം ചെയ്യുന്നതിൻ്റെ കാരണം ഇത് തന്നെയാണ്. അപ്പോൾ സമൂഹത്തിന് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ സേവനം ഒരുപക്ഷെ നാം ചെയ്യുന്നത് ഒരു മനുഷ്യൻ്റെ വികാരത്തെ നിയന്ത്രിക്കാനായിട്ട് നാം സഹായിക്കുന്നു. അതല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ വികാരങ്ങളെ നിയന്ത്രിക്കുന്നത് വഴി അല്ലെങ്കിൽ മനസ്സിന് ശക്തി കൊടുക്കുന്ന വഴി അവൻ്റെ ജീവിതത്തിൻ്റെ തുടർന്നുള്ള ഭാവിയെ തന്നെ മാറ്റുവാൻ നമുക്ക് സാധിക്കും. ഞാൻ 100% ഉറപ്പ് പറയുന്നു, ഒരു മനുഷ്യൻ തൻ്റെ ജീവിതത്തിൽ ആർജിക്കേണ്ട ഏറ്റവും വലിയ കഴിവെന്ന് പറയുന്നത് മനസ്സിന് ശക്തി ഉണ്ടാകുക എന്നുള്ളതാണ്. മനഃശക്തി ഉണ്ടാകുന്ന വഴി വികാരങ്ങൾ നിയന്ത്രിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇമോഷൻ ഇൻ്റലിജൻസ് ആൻഡ് മെൻ്റൽ സ്ട്രെങ്ത്, ദീസ് ആർ ദ 2 വെരി ഇമ്പോർട്ടൻ്റ് ആൻഡ് സിഗ്നിഫിക്കൻറ്റ് സ്കിൽസ് എവരി വൺ ഷുഡ് അക്വയർ ഇൻ എ പോയിൻ്റ് ഓഫ് ടൈം. അതുണ്ട്, അതെന്നാണ് നേടുന്നത് അന്ന് മുതൽ അവൻ്റെ ജീവിതം വേറെ നിരയിലേക്ക് എത്തുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ 3 വികാരങ്ങളാണ് ഏറ്റവും ഫണ്ടമെൻ്റൽ ശ്രദ്ധിക്കേണ്ടത്. 1 ആങ്കർ, 2 ആങ്സൈറ്റി, 3 സാഡ്നസ് അല്ലെങ്കിൽ ഡിപ്രഷൻ. ഇപ്പോൾ നാം പറയുന്ന നെഗറ്റീവായിട്ടുള്ള ബിഗ് ഇമോഷൻസ് നമ്മുടെ ശരീരത്തിൽ വലിയ പ്രത്യാഘാതം ഉണ്ടാക്കാതിരിക്കാനായിട്ട് മനസ്സ് ശക്തി കൊടുക്കുന്ന പരിശീലന പരിപാടികൾ അല്ലെങ്കിൽ ഇത്തരം കോഴ്സുകളിലൂടെ പതിയെ മനസ്സ് ശക്തി കൊണ്ടുവരികയും വികാരങ്ങൾ നിയന്ത്രിക്കുക, അതുവഴി കുടുംബജീവിതം സന്തോഷകരമാക്കുവാനും സമൂഹം സുന്ദരമാക്കുവാനും കലാലയങ്ങളും സ്കൂളുകളും എല്ലാം നല്ല ഇതാക്കുവാനും ഒപ്പം ഓഫീസുകളും സുന്ദരമാക്കുവാനും എല്ലാം സാധിക്കുന്ന വഴി മനുഷ്യ ജീവിതത്തിൽ വലിയൊരു റെവല്യൂഷൻ, ടോട്ടൽ ട്രാൻസ്ഫോർമേഷൻ, ഞാൻ പൊതുവെ പറയാറുണ്ട് ടോട്ടൽ ട്രാൻസ്ഫോർമേഷൻ, 360 ചേഞ്ച് വ്യക്തി കൊണ്ടുവരാൻ സാധിക്കുന്നതാണ് ഈ പറയുന്ന 360 അപ്രോച്ചിലൂടെ നമുക്ക് മനസ്സിനെയും വികാരം നിയന്ത്രിക്കുന്ന വഴി വലിയ മാറ്റം ജീവിതത്തിൽ ഉണ്ടാക്കാൻ സാധിക്കും.